യോനോ SBI എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ UPI ID-യിലേക്കോ പൈസ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് യോനോ SBI ആപ്ലിക്കേഷനകത്ത് UPI ID സെറ്റ് ചെയ്യുന്നതും എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. നേരെ വീഡിയോയിലേക്ക്. ആദ്യമായി നിങ്ങളുടെ യോനോ SBI എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ MPIN നമ്പരോ മൊബൈൽ പിന്നോ യൂസർ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസോടെ ഓപ്പൺ ആവും. ഇവിടെ ഭീം UPI എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം UPI നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. UPI പ്രൊഫൈൽ, അതിന് ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഭീം UPI എടുക്കുക, ക്രിയേറ്റ്. നമ്മൾ ഏത് സിമ്മാണോ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ സിം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ₹1 സർവീസ് ചാർജായി SMS-ന് ഈടാക്കുന്നതായിരിക്കും. അതിനുശേഷം സിം സെലക്ട് ആവുകയും ആ സിമ്മിൽ SMS പോവുകയും ചെയ്യും. അതിനുശേഷം നമ്മുടെ SBI ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യം തന്നെ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത് നമ്മൾ UPI ID ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് സജസ്റ്റ് ചെയ്യാം, നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സജസ്റ്റഡ് UPI ID എന്ന് പറഞ്ഞ് വരും. നമുക്കത് ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെക്യൂരിറ്റി ക്വസ്റ്റ്യനായിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തിരഞ്ഞെടുക്കണം. 3 ക്വസ്റ്റ്യൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിഷ്ടമുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ആൻസറും നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പ്രൈമറി അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമ്മൾ UPI ID ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ അടിക്കുക. ഇപ്പോൾ UPI ID ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുവഴി ഏത് UPI ആപ്ലിക്കേഷനിൽ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. UPI ID ഉപയോഗിച്ച് ഏത് ഗൂഗിൾ പേയോ പേടിഎമ്മോ ആമസോണോ വഴി നമുക്ക് പൈസ ഇങ്ങോട്ട് അയക്കുവാനും സാധിക്കും. അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഇവിടെ ആദ്യം എൻ്റർ IFSC കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് ബാങ്കിലേക്കാണോ അയക്കേണ്ടത് ആ ബാങ്കിൻ്റെ നമ്പർ, അതിനുശേഷം ഏത് അക്കൗണ്ടാണോ ആ അക്കൗണ്ട് നമ്പർ, അതിനുശേഷം വീണ്ടും കൺഫേം അക്കൗണ്ട് നമ്പർ, വീണ്ടും അതേ അക്കൗണ്ട് നമ്പർ തന്നെ ഒരിക്കൽ കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആരുടെ പേരിലാണോ ഈ അക്കൗണ്ട് നമ്പർ ഉള്ളത് അവരുടെ പേരും അവിടെ എൻ്റർ ചെയ്യുക. ഏറ്റവും താഴെയുള്ള നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പേരും അക്കൗണ്ട് നമ്പരും അയക്കേണ്ട അക്കൗണ്ട് നമ്പരും നമുക്കവിടെ സേവ് ചെയ്യാം. പിന്നീട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പൈസ അയക്കുന്നതിന് ഇത് ഉപകാരപ്പെടും. ഒറ്റത്തവണ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ സേവ് ബട്ടൺ ടിക്ക് ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമുക്ക് എത്ര രൂപയാണോ അയച്ചു കൊടുക്കേണ്ടത് ആ തുക അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3500 എൻ്റർ അടിക്കുകയാണ്. റിമാർക്സ് എന്ന ഓപ്ഷനിൽ നമ്മൾ എന്ത് പർപ്പസിനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. നമുക്കിഷ്ടമുള്ള ഒരു കാര്യം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ കാണാം നമ്മുടെ UPI ID ഇവിടെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് അക്കൗണ്ട് നമ്പർ. നമുക്കിവിടെ വ്യൂ ബാലൻസ് ഉള്ള നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും. ഇവിടെ 13,776 രൂപ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ഏറ്റവും താഴെയുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് എമൗണ്ട് കാണാം, അക്കൗണ്ട് നമ്പർ കാണാം. അതിനുശേഷം പേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മൾ UPI ID സെറ്റ് ചെയ്തതിൽ നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഗൂഗിൾ പേയിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ആ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. 6 അക്ക പാസ്വേഡ്. നമ്മുടെ മൊബൈൽ പിൻ നമ്പറല്ല, UPI നമ്പറാണ്. UPI ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡ് അടിക്കുന്നതായിരിക്കും. ചിലരുടെ എം പിന്നും അതേ നമ്പറായിരിക്കും. അതിന് പൈസ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. നമുക്ക് റെഫറൻസ് നമ്പർ വേണമെങ്കിൽ നോക്കാം. എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റെഫറൻസ് നമ്പർ ഉപയോഗിച്ച് പൈസ ട്രാക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ബാക്ക്, പിം, റിലേഷൻഷിപ്പ് ഇങ്ങനെ 2 ഓപ്ഷൻ താഴെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ്. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാം. റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് നമ്മളിന്ന് വിഡ്രോവൽ ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് ഏത് ബാങ്കിലേക്കും വളരെ ഈസിയായി 2-3 മിനിറ്റ് കൊണ്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. UPI ഗൂഗിൾ പേയിലേക്കോ പേടിഎമ്മിലേക്കോ ആമസോൺ വഴി UPI ID ഉള്ള ഏതൊന്നിലേക്കും നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. QR കോഡ് വഴിയും ട്രാൻസ്ഫർ ചെയ്യാം. യോനോ SB എന്ന ആപ്ലിക്കേഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക.